അടിപൊളി തന്നെ കാണണം. എടുത്തു പറഞ്ഞ പെറ്റ്സിനെ നമ്മുടെ അത്രയും ട്രെയിൻ ചെയ്യിപ്പിച്ച് ചെയ്തിട്ടുള്ള പടമാണ്. കാരണം നമ്മൾ ആ മലയാള സിനിമയിൽ ഇവരാരും ചെയ്തിട്ടുള്ള സംഭവമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. പിന്നെ ഭയങ്കര വെറൈറ്റിയാണ്. കാര്യം അതിൻ്റെ ഈ ഡയലോഗ് പോർഷൻ അതെല്ലാം കൂടെ ആ ലിപ് സിങ്കും എല്ലാം കറക്റ്റായിട്ട് ഏകദേശം ഡബിങ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണണം. നല്ല പടമായിരുന്നു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഫാമിലി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള പടമാണ്. അതുപോലെ തന്നെ ഒരു അനിമൽസിനെ വെച്ചിട്ട് അവരുടെ ഒരു വ്യൂ പോയിന്റിൽ കഥ പോകുന്ന ഒരു ഫസ്റ്റായിട്ടുള്ള, ഞാൻ മലയാളത്തിൽ എനിക്ക് തോന്നുന്ന ഫസ്റ്റായിട്ടൊരു മൂവിയാണിത്. വളരെ നല്ലപോലെ എൻജോയ് ചെയ്ത് ആ 2 മണിക്കൂർ എൻജോയ് ചെയ്ത് തന്നെ പോകും. ഈ നമ്മളിപ്പോൾ നെയ്മറൊക്കെ ഇറങ്ങി അതേപോലെ മനുഷ്യനും മൃഗം ഒരുമിച്ചുള്ളതാണ്, അല്ലെങ്കിൽ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ സിനിമയ്ക്ക്? മനുഷ്യർ മൃഗം ഒരുമിച്ചുള്ളതാണ്. പക്ഷേ ആ ഒരു മനുഷ്യരുടെ വ്യൂ പോയിന്റിലല്ല ഈ പോകുന്നത്. മൃഗങ്ങൾ അവരുടെ ലൈഫിൽ ഇഷ്യൂസ്, അതിലുള്ള പല ആൾക്കാർ തമ്മിലുള്ള പല നായ്ക്കൾ തമ്മിലുള്ള സംസാരം, ആ ഒരു രീതിയിൽ പോകുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പടം. തിയേറ്ററിൽ നമുക്ക് നായകൾ മാത്രമാകുമ്പോൾ കാണാൻ ബോറോ? നായ്ക്കൾ മാത്രമല്ല, ഇത് മനുഷ്യൻ്റെ ക്യാരക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അവർ കൂടെ മൃഗങ്ങളുണ്ട്, പക്ഷെ മൃഗങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അത്രയേ ഉള്ളൂ. കുഴപ്പമില്ല, നല്ല രസമായിരുന്നു. മൃഗങ്ങളൊക്കെ നായകളൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല ട്രെയിനിലാണ്, നല്ല രസമാണ്. സമയം പോകുന്ന അറിയത്തില്ല. ഇതൊരു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ട്രെയിലർ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഒരുപാട് നടന്മാരെയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് ഒരുപാടായിട്ട്. എന്നാലും നമുക്ക് എന്താ പറയുക, സ്പോയിലറായിട്ടൊന്നും ഇല്ല. പിന്നെ സ്ഥിരം സ്റ്റോറി ബേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടുമടുത്ത കഥ തന്നെയാണ്, വെറൈറ്റി ആയിട്ടൊന്നുമില്ല. നമ്മൾ സ്ഥിരം കണ്ട് റിംഗ് മാസ്റ്റർ, നമ്മുടെ ഈ നെയ്മർ, ആ ഒരു പാറ്റേൺ തന്നെയാണ്. ആ ഒരു പാറ്റേൺ തന്നെയാണ്. പട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെ ഒരു കഥ തന്നെയാണ്. അത് നമ്മൾ കുഴപ്പമില്ല, ബേസ് ഇപ്പോൾ 2 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ആ സൈഡ് നോക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുണ്ട്. കാരണം നമ്മൾ എന്താ പറയുക, പല നടന്മാരെയും സൗണ്ട് അനുകരിച്ചിട്ടുണ്ട് ഒരുപാടായിട്ട്. നമ്മൾ മെയിൻ നടന്മാരെ തന്നെ വെച്ച് നമ്മൾ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ പട്ടികളുടെ ആക്ടിങ് ആയാലും ബെറ്ററാണ്. ഇല്ല, ഫാമിലിക്ക് കാണാൻ പറ്റുന്ന പടമാണ്. 2 മണിക്കൂറല്ലേ ഉള്ളൂ, സ്പോയിലർ ആവത്തില്ല ഒരുപാടായി. ഒരു പരീക്ഷണ ചിത്രം ആ രീതിയിൽ വരുമോ? പരീക്ഷണ ചിത്രം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അത്ര എഫേർട്ടൊന്നും ഇല്ലല്ലോ, ഒരുപാട് മേക്കിംഗ് സീൻസ് ഒന്നും ഇല്ല. ഓവറോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് മൂവി തന്നെയാണ്. പിന്നെ എന്താ പറയുക, മൃഗസേനകൾക്ക് കുറച്ചുകൂടെ സാധാരണ കൂടുതലും ഓവർ സെൻറ്റിയും കാര്യങ്ങളൊക്കെ, ഇതും അങ്ങനെ തന്നെയാണോ പോകുന്നത്? ഓവർ സെൻറ്റിയൊന്നും ഇല്ല, നമുക്ക് വളരെ കുറച്ച് നേരത്തെ സെൻറ്റ് സീൻസ് മാത്രം, ബാക്കി മൊത്തം ഫണ്ണാണ് പടം.